ഒന്നാമതായി എൻ്റെ രണ്ടാമത്തെ മകൻ ചെറുപ്രായത്തിൽ തന്നെ 18 വർഷം മുൻപ് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് വേറൊരു സമുദായത്തിൽ ചേർന്ന് അവിടെയായിരുന്നു അവൻ്റെ പ്രാർത്ഥനയും താമസം മാത്രം ഞങ്ങളുടെ കൂടെ. ഇങ്ങനെയായിട്ട് വർഷങ്ങളായി. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മോളെ കെട്ടിച്ചത് ചേർത്തല തങ്കീപ്പള്ളി ഇടവകയിലാണ്. അവിടെ വന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിയാണ് പറഞ്ഞത്, എൻ്റെ മോടെ അമ്മച്ചിയാണ് പറഞ്ഞത് ഈ കൃപാസന പള്ളിയെപ്പറ്റി. അങ്ങനെയാണ് ഞാനിവിടെ വരാനുള്ള കാരണം. അങ്ങനെ എൻ്റെ മകൻ 18 വർഷത്തിന് ശേഷം ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചിരുന്നു, എൻ്റെ മകൻ മടങ്ങി വരണമേ എന്ന്. അവൻ 18 വർഷത്തിന് ശേഷം ഞങ്ങളോടൊത്ത് വീട്ടിൽ വരികയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മൂത്ത മകനും കുടുംബവും കുവൈറ്റിലാണ് താമസിക്കുന്നത്. അവൻ ജോലിക്ക് കയറിയിട്ട് ആ കമ്പനിയിൽ 10 വർഷമായി. അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ താഴെയുള്ള 2 ജോലിക്കാർ 12 ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തി വെച്ചിട്ട് അവരവിടെ നിന്ന് റിലീവ് ചെയ്തു. ആ കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കമ്പ്യൂട്ടറിൽ 12 ലക്ഷം രൂപയുടെ ബാധ്യത കണ്ടു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ ചെയ്തിട്ട് പോയതാണെന്ന് പറഞ്ഞു. അത് നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അവൻ മനസ്സറിഞ്ഞ കാര്യമല്ലായിരുന്നു. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു. അവൻ അതിനോടുകൂടി കുടി തുടങ്ങി. അപ്പം നിരന്തരം കുടി തുടങ്ങിയപ്പം ഞാൻ അന്വേഷിച്ചു ഇതിൻ്റെ കാര്യം എന്നാന്ന്. അന്നേരമാണ് അവൻ പറയുന്നത്, ഞാനറിയാതെ 12 ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്താണ്, അമ്മ നിനക്കിതിന് മറുപടി തരും. അമ്മയോട് ഞാൻ എഴുതി വെച്ചു, ആ 12 ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം. അവൻ അറിഞ്ഞ കാര്യമല്ല, അതുകൊണ്ട് എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം. ആ കുവൈറ്റി ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് റിലീവ് ചെയ്യുകയും വേറൊരു കമ്പനി റിലീവ് ചെയ്ത് പോകാൻ നേരത്ത് അവനോട് ഒരക്ഷരം പോലും അതിനെപ്പറ്റി സംസാരിക്കാതെ കണ്ട് അവന് റിലീവിങ് ഓർഡർ അടിച്ചു കൊടുക്കുകയും ചെയ്തു. കുവൈറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. വെളിരാജ്യത്ത് വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരു പൈസയുടെ